റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഡ്രൈവർ എന്ന ഹ്രസ്വചിത്രം പുറത്തിറക്കി. സലിം കുമാറിന്റെ അവസാനത്തെ ഹ്രസ്വചിത്രമായിരുന്നു ഇത്. ഈ ഹ്രസ്വചിത്രത്തിന്റെ ആദ്യ പ്രദർശനം കളമശ്ശേരി സെന്റ് പോൾസ് ഇന്റർനാഷണൽ സ്കൂളിൽ എറണാകുളം ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ സജി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രശസ്ത നടനായിരുന്ന സലീം കുമാർ അവസാനമായിട്ട് അഭിനയിച്ച ഷോർട്ട് ഫിലിമാണ് ഈ ഡ്രൈവർ എന്ന് പറയുന്ന ഈ ഷോർട്ട് ഫിലിം. ഇത് പ്രധാനമായും ഡ്രൈവിങ്ങിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. നമ്മളുടെ നല്ല രീതിയിലുള്ള ഡ്രൈവിംഗ് ഉണ്ടെങ്കിൽ അപകടം കുറയ്ക്കാം. മദ്യവും മയക്കുമരുന്നും അതുപോലെ തന്നെ മറ്റുള്ള ദുശീലങ്ങളും ഫോൺ ഉപയോഗിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് അപകടം വളരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. റോഡ് സുരക്ഷയെ മുൻനിർത്തി കേരള മോട്ടോർ വാഹന വകുപ്പിനു വേണ്ടി നിർമ്മിച്ച പോൾസ് ഇന്റർനാഷണൽ സ്കൂളിൽ നടന്നു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ, ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ സി പി ജോൺ, ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ നാഗരാജു ചകിലം IPS എന്നിവരുടെ ആശീർവാദത്തോടെ സംഘടിപ്പിച്ച ഈ പരിപാടി എറണാകുളം ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ സജി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം RTO ശ്രീ സുരേഷ് KR അധ്യക്ഷനായിരുന്നു. കളമശ്ശേരി സെന്റ് പോൾസ് ഇന്റർനാഷണൽ സ്കൂൾ ഡയറക്ടർ റവറൻ ഫാദർ സാബു നടുനിലത്ത്, എറണാകുളം ജോയിന്റ് RTO ശ്രീ അരുൺ CD, കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീ ഷമീർ R, മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ ശ്രീ വിനോദ് കുമാർ N, SEM S ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ശ്രീ KG ദിലീപ് കുമാർ, ആസ്റ്റർ മെഡിസിറ്റി എമർജൻസി മെഡിസിനിലെ ഡോക്ടർ ജോൺസൺ K വർഗീസ്, ഗാന്ധിനഗർ ഫയർ സ്റ്റേഷനിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ശ്രീ ശരത് S എന്നിവരെ കൂടാതെ മോട്ടോർ വാഹന വകുപ്പിലെയും പോലീസിലെയും ഉദ്യോഗസ്ഥർ, സീനിയർ ഓഫീസേഴ്സായി വിരമിച്ച ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെല്ലാം ഈ അവിസ്മരണീയ മുഹൂർത്തത്തിന് സാക്ഷികളായത്. മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ സ്വാധീനത്തിൽ വാഹനമോടിക്കുന്നതിന്റെ അപകടങ്ങളും ഗതാഗത നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും ഉൾപ്പെടെ റോഡ് സുരക്ഷയെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരുക്കിയത്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ ശ്രീ സലിംകുമാർ അവസാനമായി അഭിനയിച്ച ഹ്രസ്വചിത്രമാണ് ഇന്നിവിടെ പ്രദർശിപ്പിക്കുന്ന ഡ്രൈവർ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാനും ഇതിന്റെ DOP സയ്യിദ് കൂടി സലീം കുമാറിന്റെ വീട്ടിലേക്ക് പോവുകയും അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞൊരു അവയർനെസ് മൂവി ഉണ്ട്. അപ്പോൾ ഉള്ളി പറഞ്ഞ എനിക്ക് സുഖയില്ല വിഷയത്തെ ഞാൻ അഭിനയിക്കില്ല, ഷോർട്ട് ഫിലിം അങ്ങനെയുള്ള കാര്യങ്ങൾ അഭിനയിക്കില്ല. ഞാൻ പറഞ്ഞു ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ കഥയൊന്ന് പറഞ്ഞോട്ടെ. കഥ പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിന്റെ കൈപിടിക്കാൻ പറഞ്ഞു. ഞാൻ കൈപിടിച്ചു, എഴുന്നേൽപ്പിച്ചു, കെട്ടിപ്പിടിച്ചു, പറഞ്ഞു ഇത് ഞാൻ അഭിനയിച്ചു. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, പ്രതിഫലത്തെ പറ്റി ചോദിച്ചപ്പോൾ ഒന്ന് ചിരിച്ച് കെട്ടിപ്പിടിച്ചു പറഞ്ഞു. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അപ്പൊ തന്നെ ഞാൻ MPD വിനോദ് കുമാർ സാറിനെ വിളിക്കുകയും അദ്ദേഹം പോലും ഞെട്ടി അഭിനയിക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഇതിലെ മെയിൻ കഥാപാത്രം ചെയ്തിരിക്കുന്ന CR സലീം സാറിനോടും പറഞ്ഞപ്പോൾ അദ്ദേഹവും ഞെട്ടി. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലെ മഹാനടൻ എൻ്റെ ഒരു അവയർനെസ് മൂവിയിൽ അവസാനമായി അദ്ദേഹം അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിമാണ്. അദ്ദേഹം ഇതിൽ വരികയും എനിക്ക് ഒരുപാട് ഹെൽപ്പുകൾ ചെയ്തു തന്ന ആളാണ് സലീം കുമാർ. അദ്ദേഹത്തെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. അദ്ദേഹം കഴിഞ്ഞ 10-ാം തീയതിയാണ് ഈ പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. ആ പ്രോഗ്രാമില് ശരിക്കും അദ്ദേഹം പറഞ്ഞിട്ടാണ് 10-ാം തീയതി വെച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ഷോർട്ട് ഫിലിം ഞാൻ പെൻഡ്രൈവിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് കാണിക്കുകയും, അദ്ദേഹത്തിന്റെ മകനുണ്ടായിരുന്നു, ആരോമലുണ്ടായിരുന്നു, ആ ഷോർട്ട് ഫിലിം കാണിക്കുകയും കണ്ട് അയാൾ കണ്ണു നിറയുകയും എന്നെ കെട്ടിപ്പിടിച്ചു പറയും വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. വളരെ മനോഹരമായിട്ട് അത് കൺവേ ആയിട്ടുണ്ട്. ഞാനത് നേരത്തെ വീട്ടിൽ നിന്ന് കണ്ടാണ്, അപ്പോൾ ഞാൻ പറഞ്ഞാണ് ഇത് വർക്കാവും. എനിവേ ഐ എം റിയലി ഹാപ്പി. അവരുടെ ഡ്രൈവിങ്ങിലെ ഒരു ഏകാഗ്രത, ശ്രദ്ധ, അതൊക്കെയാണ് ഈ ഫിലിമിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു 15 മിനിറ്റിൽ താഴെയുള്ളൂ ഈ ഫിലിമിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകളെല്ലാം സിനിമാ മേഖലയിലുള്ള ആളുകളും അതിൻ്റെ സംവിധാനം ചെയ്തതൊക്കെ ആണെങ്കിലും ആ മേഖലയിലുള്ള ആളുകളൊക്കെ തന്നെയാണ്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സഹകരണത്തോടു കൂടി എറണാകുളം പരിസരത്തൊക്കെ തന്നെയാണ് ഈ സിനിമ ഷൂട്ടിംഗ് നടന്നത്. വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ കണ്ട ആളുകളിൽ നിന്നെല്ലാം കിട്ടിയിരിക്കുന്നത്. ഇത് സമൂഹത്തിലേക്കൊരു നല്ല മെസ്സേജ് എത്തിക്കാവുന്ന രീതിയിലുള്ള ഒരു സിനിമ കൂടി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ സിനിമ ഒന്ന് കണ്ട് റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ നല്ല രീതിയിലുള്ള വാഹന ഡ്രൈവിംഗ് അതാണ് നമുക്ക് വേണ്ടതെന്ന് കൂടി അറിയിക്കാം.